നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം R2 എലമെൻറ്റ്സ് ഒരു പ്ലെയിനിലെ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ R3 എലമെൻറ്റ്സ് സ്പേസിലെ 3 ഡയമെൻഷണൽ സ്പേസിലെ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ വിശദമായിട്ട് പരിശോധിച്ചാണ്. സോ ഇനി നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എങ്ങനെയാണ് ഈ R2 R3 ഒക്കെ വെക്ടർ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നടത്താമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ R2 2 എലമെൻറ്റ്സ് എടുക്കുക, x1 y1 x2 y2. ഇതിപ്പോൾ R2 2 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്ലെയിനിലെ 2 വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. x1 y1 ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും, x2 y2 മറ്റൊരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ആ 2 വെക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാലോ, ട്രയാങ്കിൾ ഓഫ് വെക്ടറേഷൻ വെച്ചിട്ട് ആഡ് ചെയ്യാലോ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലെയിനിലെ തന്നെ ഒരു പുതിയ വെക്ടർ കിട്ടൂലേ. ആ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്തൊരു എലമെൻറ്റ് R2 ഉണ്ടാവില്ലേ. ആ എലമെൻറ്റ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ പ്രൂവ് ചെയ്യും ആ എലമെൻറ്റ് ഇതാണെന്ന് പ്രൂവ് ചെയ്യും. ഇത് ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ വായിക്കാൻ സുഖമാണ്, പക്ഷേ അതിൻ്റെ പിന്നിലെ മീനിങ് മനസ്സിലാക്കണം. x1 y1 എന്ന് പറഞ്ഞാൽ R2 എലമെൻറ്റ് പ്ലെയിനിൽ ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും, x2 y2 അതുപോലെ തന്നെ പ്ലെയിനിൽ മറ്റൊരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും. ആ 2 വെക്ടറും ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ പ്ലെയിനിൽ ഒരു പുതിയ വെക്ടർ കിട്ടും. ആ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് R2 ഉണ്ടാവും. ആ എലമെൻറ്റ് ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സംഭവം വളരെ ബ്യൂട്ടിഫുൾ റിസൾട്ടാണ് അത്. കാരണം പറയുമ്പം എന്തൊക്കെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ്, അതൊക്കെ മാത്തമെറ്റിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തപ്പം അഡീഷൻ ജസ്റ്റ് ഇങ്ങനെയായി മാറി. ഇത് നമ്മൾ 2 റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്യും പോലെ തന്നെ ചെയ്തുകൂടി ഈ സാധനം അല്ലേ. x1 x2 ആഡ് ചെയ്യുക, y1 y2 ആഡ് ചെയ്യുക, ഉത്തരം കിട്ടി. സോ വളരെ സിമ്പിളായി മാറി. അതുപോലെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്യും R2 ഒരു എലമെൻറ്റ് xy എടുക്കുക. അപ്പോൾ അത് പ്ലെയിനിൽ ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ലാംഡ എന്നുള്ള സ്കാലറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലെയിനിൽ ഒരു പുതിയ വെക്ടർ കിട്ടും. ആ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് R2 ഉണ്ടാവും. ആ എലമെൻറ്റ് ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഇതാണ്. ഇറ്റ്സ് അഗെയിൻ വെരി ബ്യൂട്ടിഫുൾ. ഇതും സാധാ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ പോലെ തന്നെ ആയി മാറി. സോ ഇത് നമ്മൾ പ്രൂവ് ചെയ്യും. സിമിലർലി R3 നമ്മൾ ഇങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യും. സോ ഇതാണ് ഈ വീഡിയോയിലെ ഒരു പ്രധാന സാധനം. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയ 1-2 കാര്യം കൂടി പറയാൻ മതിയാവും. വെയിറ്റ് ആൻഡ് സി. അപ്പോൾ നമുക്ക് R2 ഈ അഡീഷൻ പ്രൂവ് ചെയ്യാം. ഇത് ഞാൻ കുറച്ച് സ്റ്റെപ്പുകളായിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലെ 2 വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യാം. അതായത് ഇതാ x1 0 x2 0 എന്നൊക്കെ പറയുമ്പം y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ഇത് രണ്ടും എക്സ് ആക്സിസിലെ വെക്ടേഴ്സ് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് ആഡ് ചെയ്യാമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ x1ഉം x2ഉം പോസിറ്റീവായ കേസ് മാത്രമേ പ്രൂവ് ചെയ്യുള്ളൂ. ഇവിടെ ശരിക്കും x1നും x2നും വേണമെങ്കിൽ 2ഉം പോസിറ്റീവ് 2ഉം നെഗറ്റീവ്, 1 പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് 0 അങ്ങനെ പല കേസുകളുണ്ട്. പക്ഷേ ഇത് 2ഉം പോസിറ്റീവായ കേസ് മാത്രമേ ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യുന്നുള്ളൂ. മറ്റ് കേസുകളൊക്കെ ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്ത് സമയം കളയണമെന്നില്ല. ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. സോ 2 പോസിറ്റീവായ കേസിൽ നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇവിടെ പ്രൂവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിലൊരു സം ഓഫ് വെക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഈ 2ൻ്റെയും സമ്മാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിൽ മറ്റൊരു വെക്ടർ ഉണ്ട്. ഇത് 2ഉം ഈക്വലാന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 വെക്ടർ എപ്പോഴാണ് ഈക്വൽ ആവുക? ഇഫ് ദേ ഹാവ് സെയിം ഡയറക്ഷൻ ആൻഡ് സെയിം മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമ്മിൻ്റെ ഡയറക്ഷനും ഇതിൻ്റെ ഡയറക്ഷനും സെയിം ആണെന്ന് പറയണം. മാത്രമല്ല ഈ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെന്ന് പറയണം. ഓക്കെ. സോ അത് വളരെ ഈസിയാണ്. ശ്രദ്ധിക്കുക, ഈ x1ഉം x2 ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട്, ഇപ്പോൾ x1 പോസിറ്റീവ് ആയതുകൊണ്ട് x1 0 ഇതാ ഇങ്ങനെ ഈ പോസിറ്റീവ് ഡയറക്ഷനിലൊരു വെക്ടർ ആയിരിക്കില്ലേ, പോസിറ്റീവ് എക്സസിൻ്റെ ഡയറക്ഷനിലൊരു വെക്ടർ ആയിരിക്കില്ലേ. x2 0 അതുപോലെ തന്നെ ഈ ഡയറക്ഷനിലൊരു വെക്ടർ ആയിരിക്കില്ലേ. സോ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലെ വെക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ സമ്മും ഇതേ ഡയറക്ഷനിൽ തന്നെയല്ലേ വരിക. സോ ദിസ് സം ഈ പോസിറ്റീവ് എക്സസിൻ്റെ ഡയറക്ഷനിലാണുള്ളത്. അതുപോലെ തന്നെ ഈ x1 + x2 0ൻ്റെ ഡയറക്ഷൻ ഏതേക്ക് വരിക? ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ സമ്മും പോസിറ്റീവാണ്. സോ ഈ വെക്ടറും ഈ ഡയറക്ഷനിൽ തന്നെ വരിക. സോ ഈ സമ്മും ഈ പോസിറ്റീവ് എക്സാസിൻ്റെ ഡയറക്ഷനിലാണ്, ഇതും ഈ പോസിറ്റീവ് എക്സാസിൻ്റെ ഡയറക്ഷനിലാണ്. സോ ദേ ഹാവ് സെയിം ഡയറക്ഷൻ. ഇനി അതേപോലെ തന്നെ ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് വളരെ ഈസിയായിട്ട് പറയാൻ പറ്റും. ഒരേ ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ് ആയതുകൊണ്ട് ഈ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഈ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ്. കാരണം ഒരേ ഡയറക്ഷനിലെ വെക്ടേഴ്സാണ്. ഓക്കെ. ഒക്കെ നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ സ്പെഷ്യൽ കേസ് ആയിട്ട് ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? ഇതിൻ്റെ ലെങ്ത് എത്ര? x1 അല്ലേ. സോ ഇതിൻ്റെ ലെങ്ത് x2 അല്ലേ. അപ്പോൾ ഈ സമ്മിൻ്റെ ലെങ്ത് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? x1 + x2 ആയിരിക്കും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡോ പറയാണ്ടോ? അത് ഒബ്വിയസ് അല്ലേ. അതിൻ്റെ ലെങ്ത് എന്താണ്? x1 + x2 ആണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും x1 + x2 ആണ്. മാത്രമല്ല ഓൾറെഡി അതിന് സെയിം ഡയറക്ഷനാണ് നമ്മൾ പറഞ്ഞു. സോ ദേ ഹാവ് സെയിം ഡയറക്ഷൻ ആൻഡ് സെയിം മാഗ്നിറ്റ്യൂഡ്. സോ ഇത് ഈക്വലാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക്. സ്റ്റെപ്പ് 2 y ആക്സിസിലെ വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്നല്ല. നമുക്ക് അവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് 0 y1ഉം 0 y2 ഒക്കെ y ആക്സിസിലെ വെക്ടേഴ്സ് അല്ലേ. സോ ഇത് ആഡ് ചെയ്യൽ ഇങ്ങനെയാണ്. ഇത് വായിച്ചു നോക്കട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല. കാരണം എന്താ, ഈ സ്റ്റെപ്പ് 1ൻ്റെ സിമിലർ ഐഡിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു നോക്കുക. ഇനി സ്റ്റെപ്പ് 3 ഞാൻ ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിലെ ഒരു വെക്ടറിനെയും y ആക്സിസിലെ ഒരു വെക്ടറിനെയും എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതാണ്. x0 + 0y = xy.
ഇവിടെ ഞാൻ പോസിറ്റീവ് കേസേ പ്രൂവ് ചെയ്തു, അതായത് എക്സും വൈയും പോസിറ്റീവായ കേസ് മാത്രമേ ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തുള്ളൂ. സോ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ ചെയ്യാം, വേണമെങ്കിൽ ഹിൻഡ് തരാം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ലെഫ്റ്റ് സൈഡിലെ ഈ സമ്മും ഇതും ഈക്വലാന്നുള്ളതല്ലേ. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചറിൻ്റെ അകത്ത് നോക്കുക, എക്സും വൈയും പോസിറ്റീവ് ആയതുകൊണ്ട് X0 Y ഒക്കെ ഇങ്ങനെ ഉണ്ടാവുക. സോ എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഈ XY എന്നുള്ള വെക്ടർ ഞാൻ മാർക്ക് ചെയ്യും. ഇനി അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ XY എന്ന വെക്ടർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് X0 + 0Y എന്താണെന്നൊക്കെ നോക്കുക. അപ്പോൾ കിട്ടും. ഇനിവേ ഞാൻ ഇവിടെ ചെയ്യാം, നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഞാൻ ഇവിടെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ X0യും 0Y ഒക്കെ സൈഡിലെ പാരലോഗ്രാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കിൾ കിട്ടി അല്ലേ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത് XY ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ XY എന്ന് പറഞ്ഞ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ ആയിരിക്കും അല്ലേ. സോ XY തന്നെ വെക്ടർ ആക്ച്വലി ഇതാണ്. സോ ഇത് XY തന്നെ വെക്ടറാണ്, ശ്രദ്ധിക്കണം. ദിസ് ഈസ് XY. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണ്ട, ദിസ് ഈസ് XY. ക്ലിയർ. ഇനി നമുക്ക് എന്താണ് ലെഫ്റ്റ് സൈഡ് എന്താ നോക്കണം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പം X0യും 0Y ആഡ് ചെയ്യണം. സോ X0 തന്നെ വെക്ടർ ഇതാണ്. ഇനി നോക്കുക, ഈ രണ്ട് വെക്ടറും ഈക്വൽ അല്ലേ, സെയിം ഡയറക്ഷൻ സെയിം മാഗ്നിറ്റ്യൂഡ്. അപ്പം ഇത് 0Y തന്നെയാണ്. സോ X0 + 0Y ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് X0 + 0Yയും കിട്ടുന്നത് ഇത് തന്നെയാണ്. സോ ഇത് തന്നെയാണ് എന്ത്, X0 + 0Y. ക്ലിയർ അല്ലേ. സോ X0 + 0Y തന്നെ വെക്ടർ തന്നെയാണ്, XY തന്നെ വെക്ടർ തന്നെയാണ്. സോ ദിസ് ഈസ് പ്രൂവ്ഡ്. ക്ലിയർ ആണല്ലോ. യെസ്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, ഇത് വായിക്കരുത് കേട്ടോ, ഞാൻ പറയാം. അതായത് ഇവിടെ ഞാൻ ചെയ്തത് ഇതങ്ങ് പ്രൂവ് ചെയ്താണ്, എൻ്റെ ഫുൾ പ്രൂഫ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ഹിന്റുകൾ തരാം. ഞാൻ ഇവിടെ എന്തൊക്കെ ഉപയോഗിച്ച് വെച്ചാൽ ഈ 3 സ്റ്റെപ്പുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ പ്രൂവ് ചെയ്ത വെക്റ്റർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്, ആ 2 റിസൾട്ടുകളും 2 പ്രോപ്പർട്ടീസ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 3 സ്റ്റെപ്പും ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനാണ്. പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇവിടെ വന്നാൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ വിശദീകരിക്കാം. ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പ്, അതായത് ഇതാ ഈ സ്റ്റെപ്പ് 3 ഉപയോഗിച്ച് നോക്കൂതാ, ഇത് X ആക്സിലൊരു വെക്ടറും ഇത് Y ആക്സിലെ വെക്ടറും അല്ലേ. സോ ഇത് ആഡ് ചെയ്യാൻ സ്റ്റെപ്പ് 3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ സം ഇതാണെന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ സം ഇതാണെന്ന് കിട്ടും. ഇതും സ്റ്റെപ്പ് 3 ആണ്. സോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ് എന്നുള്ളതാണ്. നോക്കുക, ഇവിടെ നോക്കുക, ഞാൻ ഈ സമ്മിനെ ഒരു വെക്ടറായിട്ട് എടുത്തു. പിന്നെ ഇത് രണ്ടാമത്തെ വെക്ടർ, ഇത് മൂന്നാമത്തെ വെക്ടർ. അപ്പോൾ നോക്കൂ, ഇതെങ്ങനെ വായിക്കാം, A + B + C എന്ന് വെച്ചൂടെ അല്ലേ. അസോസിയേറ്റീവ് എങ്ങനെയാണ്, A + B + C = A + B + C എന്നല്ലേ വെക്ടർ അല്ലേ. ABC 3 വെക്ടേഴ്സ് ആണെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇങ്ങനെ വായിക്കാം, A + B + C = A + B + C. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ A ഇതാണ്, B ഇതാണ്, C ഇതാണ്. ഇനി അതിനെ മാറ്റിയായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ A + B എന്ന് പറയുമ്പോൾ എന്താവും, ഇത് ഇവിടെ വന്നു, +B ഇവിടെ വന്നു, C പുറത്ത് ഒറ്റക്ക് അല്ലേ. അസോസിയേറ്റിവിറ്റി ഇവിടെ ഉപയോഗിച്ചു. പിന്നെ ഇങ്ങോട്ടേക്ക് ഇതാ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്തത് കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ്. X20 അപ്പുറത്തേക്ക് കൊടുത്ത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഉപയോഗിച്ചു. വീണ്ടും ഞാൻ അസോസിയേറ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. സോ അങ്ങനെ അസോസിയേറ്റീവ് ഉപയോഗിച്ചിട്ട് പിന്നെ ഈ സ്റ്റെപ്പുകളൊക്കെ ഇവിടെ ഉപയോഗിച്ചതാണ്, അങ്ങനെ നോക്കാം, ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നില്ല. ഈ സ്റ്റെപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇതാ ഞാൻ ഏരിയ നോക്കണതാ X2 + X1 X1 + X2 ആക്കി മാറ്റിയത് അത് റിയൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. X2 X1 ഒക്കെ റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ X2 + X1 = S1 + S2 റിയൽ നമ്പേഴ്സിലെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് നമുക്കറിയാം. സോ അതൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. യെസ്. ഓക്കെ, ഇനി നമുക്ക് R3 വെക്ടർ അഡീഷൻ ഇതേപോലെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഹിൻഡുകളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി തരികയുള്ളൂ, ഞാനത് പ്രൂവ് ചെയ്യില്ല, അതിലേക്ക് വിട്ടുതരാം. പക്ഷേ ഞാൻ തുടങ്ങി തരാം, നന്നാവും ചിലപ്പോൾ. പിന്നെ മാത്രമല്ല അതൊക്കെ സ്വന്തം ചെയ്താൽ കിട്ടും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെയ്ത് സമയം കളയണ്ട കേട്ടോ. യെസ്, എനിക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെയൊക്കെ പ്രധാന ലക്ഷ്യം ആ ബേസ് ക്ലിയർ ആക്കലാണ്. അപ്പോൾ ഇങ്ങനെയാണ് R3 അഡീഷൻ. ഞാൻ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നേ നോക്കുക, ഇവിടെ നോക്കുക X1 നോക്കുക, അത് X ആക്സിലൊരു വെക്ടറാണ് X1 0 0, ഇത് Y ആക്സിലെ വെക്ടറാണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇതിൻ്റെ സമ്മ് മാത്രം X1 Y1 0 ആണ് കിട്ടും. അത് ഇമാജിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടൂലേ, ഇതിൻ്റെ സമ്മ് X1 Y1 0 ആണ് കിട്ടും. ഇനി ഇതിൻ്റെ സമ്മായ X1 Y1 0യും ഈ സാധനം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ട്രയാങ്കിൾ ഈക്വാലിറ്റി അപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഇത് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഈക്വാലിറ്റി അപ്ലൈ ചെയ്യുക,
അപ്പോൾ നിങ്ങൾക്ക് x1 y1 0 കിട്ടും. എന്നിട്ട് അതും ഇതും വീണ്ടും ട്രയാങ്കിൾ ഇക്വാലിറ്റി അപ്ലൈ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. സോ 2 പ്രാവശ്യം ട്രയാങ്കിൾ ഇക്വാലിറ്റി അപ്ലൈ ചെയ്താൽ അവിടേക്ക് എത്തുട്ടോ. ഇതും അങ്ങനെ തന്നെ. സോ ഇനി ഇവിടുന്ന് മുമ്പോട്ടുള്ള വഴികൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ x ആക്സിൽ അഡീഷനും y ആക്സിൽ അഡീഷനും z ആക്സിൽ അഡീഷനും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ കൂടുതൽ ഈ കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റീവ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇവിടേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇത് ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തൊരു സമയം കളയണ്ട. സോ ഇങ്ങനെ ഞാൻ R3 വെക്ടർ അഡീഷനും ഞാൻ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും അതും ഇതുപോലെ ഞാൻ ഹിന്ദികൾ തരികയുള്ളൂ, ചെയ്യൂല, ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ സ്വന്തം ചെയ്ത് നോക്കുക, ഡൗട്ടുള്ളവർ ചെയ്ത് നോക്കിയാൽ മതി. സോ ഞാൻ ജസ്റ്റ് പറയാം. നമ്മുടെ R2 സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആയത് R3 സിമിലർ ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്, ഇതൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പുകൾ ഇതാണ്. അതായത് എക്സ് ആക്സിസിലെ x0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലെ വെക്ടർ അല്ലേ, എക്സ് ആക്സിസിലെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വൈ ആക്സിസിലെ സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ഇങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക, എന്നിട്ട് സ്വന്തം തന്നെ പ്രൂവ് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ലെഫ്റ്റ് സൈഡിലെ ഈ വെക്ടറും റൈറ്റ് സൈഡിലെ ഈ വെക്ടറും ഈക്വലാന്ന് കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനും സെയിം ആണെന്ന് കാണിക്കണം, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെന്ന് കാണിക്കണം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ലാംഡേ എക്സും പോസിറ്റീവായ കേസിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കുക. അപ്പോൾ ആ സമയത്ത് x0 തന്നെ പോസിറ്റീവ് എക്സിൻ്റെ ഡയറക്ഷനിൽ ഒരു വെക്ടർ ആയിരിക്കും. അപ്പോൾ ലാംഡ x0യുടെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുക, ലാംഡയും പോസിറ്റീവ് ആകുമ്പോൾ. എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നോക്കുക, എന്നിട്ട് അതേ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനൊക്കെ തന്നെയാണോ അതിന് നോക്കുക. സോ അങ്ങനെ ലാംഡൻ്റെ എക്സിൻ്റെയും പല കേസുകളൊക്കെ നോക്കി അങ്ങനെ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെക്ടറിനും സെയിം ഡയറക്ഷനും സെയിം മാഗ്നിറ്റ്യൂഡും ഒന്ന് കാണിക്കുക. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ കാണിക്കുക. എന്നിട്ട് ഇവിടേക്ക് വരിക. അപ്പോൾ ഈ സംഭവം, ഈ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ അഡീഷൻ്റെ കേസിൽ ചെയ്താൽ അത് x ആക്സിൽ ഒരു വെക്ടർ വൈ ആക്സിൽ ഒരു വെക്ടറും അല്ലേ. സോ അതിൻ്റെ സംവിധാനം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ്. സോ ആ സ്റ്റെപ്പ് അവിടെ അപ്ലൈ ചെയ്തത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ്, നേരത്തെ ഏതോ വീഡിയോ നമ്മൾ പ്രൂവ് ചെയ്താണ്. സോ അത് ഉപയോഗിച്ചിട്ട് ഇവിടെ സ്കാലാറിനെ ലാംഡനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ്, x0ക്കും 0y ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താണ് ഇവിടെ. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പ് ഇതാണ്. സ്റ്റെപ്പ് 1 ഉപയോഗിച്ചിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. സ്റ്റെപ്പ് 2 ഉപയോഗിച്ചിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതോ, ഇതിപ്പോൾ x ആക്സിലൊരു വെക്ടറാണ്, ഇത് y ആക്സിലൊരു വെക്ടറാണ്. അതിൻ്റെ സമയം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ അതിങ്ങനെ വരും. അങ്ങനെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇൻ R2 ഞാൻ ചെയ്തു. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇൻ R3 ഇങ്ങനെ സ്വന്തം ചെയ്യാം. സോ ഇപ്പോൾ നമ്മളെല്ലാം പ്രൂവ് ചെയ്തു അല്ലേ, R2ലെയും R3ലെയും വിട്ടെന്നാണ്. സോ R2ലെയും R3ലെയും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ വെക്ടർ അഡീഷനും ഒക്കെ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഇനി നമുക്ക് ഒന്നിനൊരു കാര്യം പറഞ്ഞു നിർത്താം. ഇത് നമ്മളിതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഒരു സമ്മറിയാണ്. അതായത് ഈ വീഡിയോ മാത്രമല്ല, മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. ഇതുവരെയുള്ള കഷ്ടപ്പാട് മുഴുവനും ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനാണ്. അതുകൊണ്ട് ഇത് പോസ് ചെയ്തിട്ട് ശരിക്കും വായിച്ച് മനസ്സിലാക്കുക, തലയിൽ കയറ്റുക. ജസ്റ്റ് ഒന്ന് പറയാം. അതായത് R3 വിത്ത് ദീസ് 2 ഓപ്പറേഷൻസ് ക്യാൻ റെപ്രസെൻറ്റ് ഓൾ വെക്ടേഴ്സ് ഇൻ അവർ സ്പേസ്. നമ്മളെ സ്പേസിലെ 3 ഡയമെൻഷൻ സ്പേസിലുള്ള മുഴുവൻ വെക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാനും അതിൻ്റെ ഇടയിലുള്ള വെക്ടർ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും വളരെ വൃത്തിക്ക് കൈകാര്യം ചെയ്യാനും R3 വിത്ത് ദീസ് 2 ഓപ്പറേഷൻസിന് പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സെറ്റ് R3ക്ക് മാത്രമല്ല ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്, അതിനകത്തുള്ള ഈ 2 ഓപ്പറേഷൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അതുകൂടി ആകുമ്പോഴേ നമുക്ക് ഈ വെക്ടേഴ്സിനിടയിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ശരിക്കും പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചിട്ടും ശരിക്കും മനസ്സിലാക്കി വെക്കുക, ആസ്വദിക്കുക. ഇനി ഞാനിപ്പോഴും വെക്ടർ സ്പേസ് എന്ന സാധനം ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ അത് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഡിഫൈൻ ചെയ്യും ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സസൈസ് തരാം അവിടെ. ആ എക്സസൈസ് ഇങ്ങനെ ചെയ്യുക. സിമ്പിൾ എക്സസൈസാണ്. ചിലപ്പോൾ അത് കണ്ടാൽ ചെയ്യണമെന്നും തോന്നുന്നുണ്ടാവില്ല, കാരണം മനസ്സിൽ വെരിഫൈ ചെയ്യാനേ ചിലർക്കൊക്കെ ഉണ്ടാവുള്ളൂ, നേരത്തെ പരിചയമുള്ളവർക്ക്. അല്ലാത്തവർ അതൊക്കെ ചെയ്ത് നോക്കണം, തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇനി അത് നിങ്ങൾ പക്കാക്കി വെക്കണം. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ മാച്ചിട്ട് ഇവിടെ എക്സസൈസ് ചെയ്യാൻ ഇവിടെ എഴുതാം. ഓക്കെ, ഇതാണ് ആ എക്സസൈസ്. പോസ് ചെയ്ത് വായിച്ച് നോക്കുക. R3 with the operations of addition and scalar multiplication has the following properties. ഇതിന് ഈ 8 പ്രോപ്പർട്ടീസ് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് പലതും ചെയ്ത് നോക്കേണ്ടി വരില്ല, മനസ്സിൽ വെരിഫൈ ചെയ്യാനുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെരിഫൈ ചെയ്ത് ഇതിലൂടെ പാസ് ചെയ്യണം നിങ്ങൾ കേട്ടോ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്, u+v = v+u എന്ന് കാണിക്കണം ഫോർ ഓൾ u, v belongs to R3. അപ്പോൾ ശ്രദ്ധിക്കണം, u v ഒക്കെ R3 എലമെൻറ്റ്സ് ആയിട്ട് യുക്ക് കമ്പോണൻസ് ഉണ്ടാവും അല്ലേ. യുവിനെ എങ്ങനെ എഴുതാം, u1, u2, u3 എന്ന് എഴുതാം. അതേപോലെ തന്നെ വിനെ v1, v2, v3 എഴുതാം. അങ്ങനെ R3 എലമെൻറ്റ്സ് ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ u+vയും v+uം കാണാൻ രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഇത് ആക്ച്വലി നമ്മൾ ചെയ്ത എന്താ, അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്നാണ് കാണിക്കുന്നത് അല്ലേ. ഇത് ഓൾറെഡി ജോമെട്രിക്കൽ നമ്മൾ ചെയ്താണ്, പക്ഷേ ഇങ്ങനെ ഇവിടെ നിങ്ങൾ ജോമെട്രി ഉപയോഗിക്കാതെ നിങ്ങളിങ്ങനെ വെരിഫൈ ചെയ്യുക. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് അതുപോലെ തന്നെ യുക്കും വിക്കും ഡബ്ല്യുക്കും ഒക്കെ ഇതുപോലെ കമ്പോണൻസ് എടുക്കണം അല്ലേ, ഒക്കെ R3 എലമെൻറ്റ്സ് ആണ്. എന്നിട്ട്
നിങ്ങളിത് അസോസിയേറ്റീവാണ് കാണിക്കേണ്ടത് നോക്കുക. പിന്നെന്താ മൂന്നാമത്തത് R3 0 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട് വിത്ത് ദിസ് പ്രോപ്പർട്ടി v+0 = v. ഏത് വെക്ടറിനോടും 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ v തന്നെ കിട്ടണം. സോ ആ എലമെൻ്റ് ഏതായിരിക്കും R3 ഒറിജിൻ അല്ലേ? അതിൻ്റെ കമ്പോണൻസ് എന്താ വരിക 0, അല്ലേ? ഇതല്ലേ അതിൻ്റെ കമ്പോണൻസ് വരിക 0, 0, 0. ഇത് R3 എലമെൻ്റ് അല്ലേ? അതായിരിക്കും ഈ 0 അല്ലേ? ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഈ സംഭവം എന്താ, ഏതൊരു വെക്ടർ v എടുത്താലും കറസ്പോണ്ടിംഗ്ലി ഒരു w തന്നെ വെക്ടർ ഉണ്ടാവും. ആ vയും wയും കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 0ലേക്ക് എത്തും. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുന്ന എലമെൻറ്റ് എൻ്റെ v1 2 3 വിചാരിക്കുക. ഈ v1 2 3 വിചാരിക്കുക. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന w എന്തായിരിക്കും -1, -2, -3 അല്ലേ? അങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്യുക. അങ്ങനെ ഏത് vq ഇതുപോലത്തെ ഏത് v എടുത്താലും ഇതുപോലെ w ഉണ്ടാവും നിങ്ങൾ പ്രൂവ് ചെയ്യുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഇത് 1v = v എന്നാണ് കാണിക്കുന്നത്. ഇവിടുത്തെ 1 റിയൽ നമ്പർ ആട്ടോ. അപ്പോൾ റിയൽ നമ്പറും വിയും ഏതൊരു വെക്ടർ v R3 വെക്ടർ v മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെയാണ് കാണിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഈ എയും ബിയും ഒക്കെ റിയൽ നമ്പേഴ്സാണ്, വി മാത്രം വെക്ടർ. അപ്പം ഇതുപോലത്തെ ഒരു അസോസിയേറ്റിവിറ്റിയാണ് ഇവിടെ. പക്ഷേ ഇവിടെ 3 വെക്ടേഴ്സാണ്. ഇവിടെ എന്താണ്, എയും ബിയും റിയൽ നമ്പറാണ്, വി വെക്ടർ മാത്രമാണ് വെക്ടർ. പിന്നെ മാത്രമല്ല ഇവിടെ നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ സ്കാലർ അല്ലേ? ഇത് എയും ബിയും 2 നമ്പറാണ്, അത് തമ്മിൽ സാധാരണ നമ്പേഴ്സിനുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. പക്ഷെ ഇവിടെ വരുമ്പം ഈ എയും ബി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ നമ്പറും വി എന്ന് പറഞ്ഞ വെക്ടറും തമ്മിലുള്ള സ്കാലർ മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ അകത്ത് നടക്കുന്ന സ്കാലർ മൾട്ടിപ്ലിക്കേഷനാണ്. പക്ഷേ എയും തമ്മിൽ നടക്കുന്ന ഓപ്പറേഷൻ അതും ഇതാണ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ 2 സ്കാലർ മൾട്ടിപ്ലിക്കേഷനാണ്. ഇതും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ, ഇതും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒന്ന് റിയൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, മറ്റൊരു സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇതൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട, ഇതിലൂടെ നിങ്ങൾ പാസ് ചെയ്താൽ മതി കേട്ടോ. യെസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.